സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാരിൽ നമ്മളിപ്പോൾ കാണുന്നത്. കോഴിക്കോട്ട് അംഗപരിമിതനായ ഒരാൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം ആത്മഹത്യ ചെയ്തു. ക്ഷേമ പെൻഷൻ കിട്ടാത്തതുകൊണ്ട്, ദീർഘകാലമായി മുടങ്ങിയതുകൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെയാണ് ജോസഫിന്റെ ആത്മഹത്യ എന്ന ആരോപണം ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ക്ഷേമ പെൻഷന്റെ ലഭ്യത പ്രശ്നമല്ല അയാളുടെ ആത്മഹത്യക്ക് കാരണം എന്ന് വിശദീകരിക്കുകയാണ് സർക്കാർ. ക്ഷേമ പെൻഷൻ മുടങ്ങുന്നുണ്ട് എന്നത് സർക്കാർ സമ്മതിക്കുന്നുണ്ട്. അത് കൊടുക്കാൻ കഴിയാത്തത് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ് എന്നാണ് വിശദീകരണം. അതേസമയം കേന്ദ്രത്തിന്റെ ഞെരുക്കൽ തുടങ്ങിയ ശേഷമാണ് 2 രൂപ വീതം ഇന്ധന സെസ് സർക്കാർ വാങ്ങാൻ തുടങ്ങിയത്. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ എന്ന മട്ടിൽ 4 മാസം കൊണ്ട് മാത്രം 270 കോടിയോളം രൂപ സർക്കാരിന്റെ ഖജനാവിലേക്ക് വന്നു. എല്ലാ പൗരന്മാരോടും 2 രൂപ വീതം സെസ് വാങ്ങിയിട്ടും സർക്കാരിന് വാഗ്ദത്തം ചെയ്ത ഉദ്ദേശം നിറവേറ്റാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ്? സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കേന്ദ്രം ഞെരുക്കുന്നുണ്ട് എന്നതും അംഗീകരിക്കാവുന്നതാണ്. പക്ഷെ അതിനിടയിൽ എത്ര സാമ്പത്തിക ഉത്തരവാദിത്തം, അച്ചടക്കം ഈ സർക്കാർ പാലിക്കുന്നുണ്ട് എന്ന ചോദ്യവും അവിടെ ഉണ്ട്. വി ഡി സതീശൻ പറയുന്നത് പോലെ മുൻഗണനാ പ്രശ്നം കൊണ്ടാണോ പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടാത്തത്? അതോ കെ എൻ ബാലഗോപാൽ വിശദീകരിക്കുന്നത് പോലെ നിത്യവൃത്തിക്ക് തന്നെ പ്രയാസമാകും വിധത്തിൽ കേരളത്തെ ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാറാക്കുകയാണോ കേന്ദ്ര സർക്കാർ? ഈ വിഷയം സംസാരിക്കുന്നു സ്പെഷ്യൽ എഡിഷൻ ഇന്ന്. എന്നോടൊപ്പം സി എം നൌഷാദ് MLA CPIM-ൽ നിന്ന്, സണ്ണി ജോസഫ് കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് BJP നേതാവ് എന്നിവരാണ് ഈ ചർച്ചയിൽ ഉള്ളത്. ആദ്യം ശ്രീ നൌഷാദ്, നോക്കൂ, കോഴിക്കോട്ടെ അംഗപരിമിതനായ ഒരു മനുഷ്യന്റെ ദാരുണമായ മരണം. സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ് മരണം എന്ന കാര്യം ഉറപ്പിക്കാം. ക്ഷേമ പെൻഷൻ കിട്ടിയതോ കിട്ടാത്തതോ നിങ്ങൾക്ക് ആ കാര്യത്തിൽ തർക്കമുണ്ട്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുമ്പോൾ, സർക്കാരിലേക്ക് കിട്ടേണ്ടിയിരുന്ന പണം കിട്ടാതെ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിന് സ്റ്റേറ്റിനൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. നിങ്ങളതിന് കാണുന്ന ന്യായം എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾ ആ കാര്യത്തിൽ നൽകാൻ ഉദ്ദേശിക്കുന്ന വിശദീകരണം എന്താണ്? എന്തിന് അയാൾ മരിച്ചു? അതെ, ഒരാൾ ആത്മഹത്യ ചെയ്തു, ദുഃഖകരമായ കാര്യം. അദ്ദേഹം എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് നമ്മളോട് ചോദിച്ചാൽ, അദ്ദേഹം ഇതിനു മുമ്പും ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുള്ളത് അറിയാമോ? അത് മറന്നു പോകരുത്. പിന്നെ നിങ്ങളിവിടെ സൂചിപ്പിക്കുന്ന ആത്മഹത്യാ കുറിപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അദ്ദേഹം ഒരു കത്ത് നൽകി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നവംബർ മാസം 9-ാം തീയതിയാണ്. അതിനുശേഷം 2 തവണ അദ്ദേഹം പെൻഷൻ കൈപ്പറ്റുകയുണ്ടായി. ഈ ജനുവരി മാസത്തിൽ തന്നെ അദ്ദേഹം തൊഴിലുറപ്പ് തൊഴിലാളിയാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ വേതനവും കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ യാഥാർത്ഥ്യം നിലനിൽക്കെ കേരളത്തിലെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻകാർ അവരെല്ലാം ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന തരത്തിലേക്കൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. ഒരിക്കലും ഈ വസ്തുതാപരമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ മാനസികാവസ്ഥയിലാണ്. അദ്ദേഹം ഒരു കത്തെഴുതി എന്നുള്ളത് സത്യം. അങ്ങനെ അതിനുശേഷം 2 തവണ അദ്ദേഹം പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ടേ, അത് മറന്നു പോകണ്ട. പിന്നെ എന്താണ് പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യം? നമുക്ക് ഒരു മാസം 950 കോടി രൂപ വേണം. ഇവിടെ നിഷാദ് പെട്രോൾ സെസ്സിൻ്റെ കാര്യം വലിയ ഉത്തരവാദിത്വത്തോടുകൂടി പറഞ്ഞു 270 കോടി രൂപ വാങ്ങിയെന്ന്. ആ സെസ് ഏർപ്പെടുത്തുമ്പോൾ 270 കോടി രൂപ വന്നു, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ 10 ദിവസത്തെ പെൻഷൻ പോലും, ഒരു മാസത്തെ അല്ല, 10 ദിവസത്തെ പെൻഷൻ പോലും കൊടുക്കാൻ ആ തുക തികഞ്ഞിട്ടില്ല എന്നുള്ള കണക്കും കൂടെ ഒന്ന് പറയണ്ടേ? അത് പറയണ്ടേ? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നതിന് നമ്മളൊരു ഗവൺമെൻറ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് തന്നെ പ്രതീക്ഷിക്കുന്ന വരവും പ്രതീക്ഷിക്കുന്ന ചെലവുമാണ്. ഇപ്പോൾ ഇന്ന് ഗവൺമെൻറ് ഇന്ന് ധനകാര്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് തന്നെ, നിങ്ങൾ എന്തിനാണ് ഈ ക്ഷേമ പെൻഷൻ കൂട്ടിയത്? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ കൂട്ടിയത് എന്തിനാണ്? നിങ്ങളിതെല്ലാം പറയുമ്പോഴും 64 ലക്ഷം പേർക്ക് ഈ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും 5 മാസത്തെ കുടിശ്ശികയാണ് നിലവിലുള്ളത്. 5 മാസത്തെ കുടിശ്ശികയാണ്. ഈ കുടിശ്ശിക പറയുമ്പോൾ കേരളത്തിൽ 30 മാസം പെൻഷൻ കുടിശ്ശികയായിട്ടുണ്ട്, 18 മാസം കുടിശ്ശികയായിട്ടുണ്ട്, 8 മാസം കുടിശ്ശികയായിട്ടുണ്ട്,
അന്നൊന്നുമില്ലാത്ത തരത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഈ തരത്തിൽ ചർച്ച കൊണ്ടുവരുന്നതാ. ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 92 മാസമായി. അന്ന് അധികാരത്തിൽ വരുന്ന സമയത്ത് എത്ര മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു? ആ കണക്കെങ്കിലും ഒന്ന് നോക്കണ്ടേ? ഇവിടെ ഇപ്പോൾ 1473 കോടി രൂപയെ അന്ന് കുടിശ്ശിക ഉണ്ടായിരുന്നുള്ളൂ എന്നാണെന്ന് സഭയിൽ വിഷ്ണുനാഥ് തന്നെ പറഞ്ഞത്. അപ്പോൾ 1473 കോടി രൂപ പെൻഷൻ ഉണ്ടായിരുന്നു, കുടിശ്ശിക ഉണ്ടായിരുന്നു. അന്ന് പെൻഷൻ കൊടുക്കേണ്ടത് എത്ര പേർക്ക്? കൊടുക്കേണ്ട തുക എത്രയാണ്? അപ്പോൾ എത്ര മാസത്തെ കുടിശ്ശിക? ഒന്ന് കണക്ക് കൂട്ടണ്ടേ? ഇപ്പം 4 മാസത്തെ പെൻഷൻ, 4 മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ 4 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉള്ളപ്പോൾ നമുക്ക് 3600 കോടി രൂപയുണ്ടെങ്കിൽ 64 ലക്ഷം പേർക്കും കൊടുക്കാം. അപ്പോൾ 1500 കോടി രൂപ അന്ന് കുടിശ്ശിക ഉണ്ടായിരുന്നെങ്കിൽ അന്ന് 600 രൂപ വെച്ചായിരുന്നപ്പോൾ എത്ര മാസത്തെ കുടിശ്ശിക? ഈ കുടിശ്ശികയുടെ ഞങ്ങൾ 18 എന്ന് പറയുമ്പോൾ അത് അത്രയും ഇല്ലായിരുന്നു എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ കുടിശ്ശിക എത്ര ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങി പോകുമ്പോൾ എന്ന തർക്കം നേരത്തെ മുതലുണ്ട്. ഞാൻ ചോദിക്കുന്നതേ, അത് നിങ്ങൾ തമ്മിലുള്ള തർക്കമാണ്. നിങ്ങൾ ഭരിച്ചപ്പോൾ എത്ര കുടിശ്ശിക ഉണ്ടാക്കി, ഞങ്ങൾ ഭരിച്ചപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ എന്ന്. ജനങ്ങളുടെ ചോദ്യത്തിനുള്ള നിങ്ങളുടെ മറുപടി എന്താണ്? അവരുടെ കുടിശ്ശിക ഞങ്ങൾ തീർത്തു എന്ന അഭിമാനം പറയുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ സർക്കാരിന് കീഴിൽ 4 മാസത്തെ കുടിശ്ശിക ഉണ്ടാകും എന്ന് മാത്രവുമല്ല, നിങ്ങളുടെ സർക്കാർ തീരുമാനിക്കുന്ന ഈ നാടിനെ സംബന്ധിച്ച് അവരുടെ ദൈനംദിന ജീവിതത്തിൽ അത്ര അത്യാവശ്യമൊന്നുമില്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രതിപക്ഷം പറയുന്നത് മുൻഗണനാ പ്രശ്നമുണ്ട്. നവകേരള സദസ്സ് നടപ്പിലാക്കാൻ കോടാനുകോടി സർക്കാർ ചെലവാക്കിയിട്ടുണ്ട്. അതേസമയം പാവപ്പെട്ടവർക്ക് അവരുടെ നിത്യവൃത്തിക്ക് ഉപയോഗിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണത്തിന് നിങ്ങൾ ന്യായം പറയാണ്. നിങ്ങൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഈ സെസ് ഈടാക്കുന്നുണ്ടല്ലോ ഈ കാരണം പറഞ്ഞിട്ട്. എന്നിട്ട് 4 മാസം കുടിശ്ശിക വെച്ചിരിക്കുന്നു. UDF-ഉമായിട്ട് നിങ്ങൾക്ക് പലതരം രാഷ്ട്രീയ ചരിത്രം പറഞ്ഞ് തർക്കിക്കാം. നിങ്ങൾക്ക് ജനത്തോട് എന്താണ് പറയാനുള്ളത്? അല്ല, രാഷ്ട്രീയ നൽകുന്ന നിങ്ങളിപ്പോൾ പറയുമ്പോൾ ഈ ഗവൺമെന്റിന് സാമ്പത്തികമായി ഞെരുക്കുന്ന നിലപാട് നമുക്ക് ഇങ്ങനെ നമ്മളുടെ ബഡ്ജറ്റ് വിഹിതം ഇങ്ങനെ കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിക്കുന്ന വരവ് സാധാരണഗതിയിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞ എന്താ, മറ്റൊരു കണക്ക് അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞത്, അത് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം വാദിച്ചത്, അത് അന്ന് 600 ആയിരുന്നെങ്കിൽ അന്ന് ജീവിത ചെലവ് എത്ര? ഇന്ന് ജീവിത ചെലവ് കൂടി, അപ്പോൾ പെൻഷൻ കൂടി. ഓക്കെ, ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനാണെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട കേന്ദ്ര വിഹിതവും കൂടണോ കുറയണോ? അതും കൂടെ പറയണേ, അതുകൂടി പറയണം. പിന്നെ ഞങ്ങൾ ഈ പെൻഷൻ മുടങ്ങാതെ പോകുന്നതിന് വേണ്ടി ഒരു സിസ്റ്റം ഏർപ്പെടുത്തിയിരുന്നു. നമ്മളൊരു പെൻഷൻ കമ്പനി രൂപീകരിച്ചിട്ട് സർക്കാരിൻ്റെ കയ്യിൽ പൈസ ലഭ്യമല്ലാതെ ആണെങ്കിൽ പോലും ആ കമ്പനി മുഖേന പെൻഷൻ വിതരണം കൃത്യമായി നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അവിടെ ആ പെൻഷന് വേണ്ടി, അത് വർഷങ്ങളോളം ഇല്ല, പെൻഷന് വേണ്ടി എടുക്കുന്ന തുക പലിശ സഹിതം സർക്കാർ തിരിച്ചും കൊടുക്കും. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. ആ എടുത്ത തുക പെൻഷൻ കമ്പനി പെൻഷൻ കൊടുക്കാനായി എടുക്കുന്ന തുകയെ നമുക്ക് കടമെടുക്കാനുള്ള പരിധിയിൽ പെടുത്തി ആ കടമെടുക്കാനുള്ള അവസരം ഇല്ലാതാക്കി. ചെറിയ തുകയാണോ? ചെറിയ തുകയല്ല, ഞാൻ പറഞ്ഞല്ലോ. കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനവുമായി സർക്കാർ മുന്നോട്ട് വെക്കുന്ന വാദത്തെ തള്ളുന്നില്ല. അത് ന്യായമായ സംഗതിയാണ്, അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യവുമാണ്. അതിനെ നിങ്ങളൊരു സമരമുഖത്തേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ട്. നിയമപരമായ രാഷ്ട്രീയമായ പോരാട്ടം ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് നമ്മളൊരു ഞെരുക്കത്തിൽ കാണിക്കേണ്ട ഒരു പ്രിഫറൻസ് ഉണ്ടല്ലോ, ഒരു അച്ചടക്കം ഉണ്ടല്ലോ, അതെത്ര പാലിക്കും എന്നുള്ള ചോദ്യം വളരെ വാലിഡ് അല്ലേ? പാവപ്പെട്ട മനുഷ്യർക്ക് അവരുടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുക എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ദാരിദ്ര്യകാലമാണ്, തർക്കമില്ല. ആ ദാരിദ്ര്യകാലത്ത് മന്ത്രിസഭ ഒന്നാകെ എന്താ പറഞ്ഞത്, ഈ സ്റ്റേറ്റ് വിസിറ്റ് നടത്താൻ നിങ്ങൾ എത്ര കോടിയാ ചെലവാക്കിയത് എന്ന ചോദ്യം ഉണ്ടല്ലോ. കേരളീയം വലിയ പരിപാടിയാണ് നിയമസഭയിൽ തന്നെ പറഞ്ഞു. കേരളീയം വലിയ പരിപാടിയാ, സംശയമില്ല. പക്ഷെ കേരളീയത്തിനാണോ നവകേരള സദസ്സിനാണോ പാവപ്പെട്ടവരുടെ പെൻഷനാണോ പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്ന ചോദ്യത്തിന് നിങ്ങൾ എത്ര അച്ചടക്കം പാലിക്കുന്നുള്ള ചോദ്യം. അല്ല, നിങ്ങൾ കേരളത്തിന് എത്ര കോടി രൂപ ചെലവായി? ഒരു മാസം പെൻഷൻ കൊടുക്കാൻ എത്ര രൂപ വേണം? നിങ്ങൾ ആ കണക്കൂടെ എനിക്കറിയില്ല. കേരളത്തിന് ചെലവായ കാശ് എത്രയാണെന്ന്. ചെലവായ കാശ് എത്രയാണെന്ന് പല ഡിപ്പാർട്ട്മെന്റുകളും ആയിരക്കണക്കിന് കോടി രൂപ ചെലവായോ? അല്ല, ആയിരക്കണക്കിന് കോടി രൂപ ചെലവാക്കിയോ? എത്ര ചെലവായി? പ്രയോറിറ്റി എല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഒന്നും
വലുതുമല്ല, ഒന്നും ചെറുതുമല്ല. എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. അങ്ങനെയല്ല, കേരളത്തെക്കാളും നവകേരള സദസ്സിനേക്കാളും പ്രാധാന്യം പാവപ്പെട്ട മനുഷ്യർക്ക് നിത്യവൃത്തിക്ക് പണം കൊടുക്കുക എന്നതാണ്. നവകേരള സദസ്സിന് എന്ത് ചെലവായെന്ന് സർക്കാരിന്റെ എത്ര രൂപ ചെലവായി? നാട്ടിലെ ജനങ്ങളാണ് അത് നടത്തിയത്. ജനങ്ങളാണ് അത് നടത്തിയത്. ഞാനും ഒരു സംഘാടക സമിതിയുടെ ചെയർമാനായിരുന്നയാളാണേ കേട്ടാ. ഞാനും ഒരു സംഘാടക സമിതിയുടെ ചെയർമാനായിരുന്നയാളാണ്. എൻ്റെ മണ്ഡലത്തിൽ സർക്കാരിൻ്റെ ഒരു രൂപ പോലും സർക്കാരിന്റെ ഒരു രൂപ പോലും അതിന് ചെലവായിട്ടില്ല. ഏതിന്? അതുകൊണ്ട് സർക്കാർ ചെലവാക്കി എന്ന്. മറ്റുള്ള മണ്ഡലത്തിലെ കണക്ക് എനിക്കല്ല, എന്റെ മണ്ഡലത്തിലെ കണക്ക് എനിക്ക് കൃത്യമായി പറയാൻ പറ്റും. ഒരു രൂപ പോലും ചെലവഴിക്കപ്പെട്ടിട്ടില്ല സർക്കാരിന്റെ. അപ്പോൾ നിങ്ങൾ ഈ നവകേരള സദസ്സിനെയും ഒക്കെ ഇതുമായിട്ട് എന്തിനാ ലിങ്ക് ചെയ്യുന്നത്? നമുക്ക് പെൻഷൻ കൊടുക്കണമെങ്കിൽ പൈസ വേണം. ആ പൈസ കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ വല്ലാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നു. നിങ്ങൾ ഈ പറയപ്പെടുന്നതെല്ലാം കൂടെ 3600 കോടി രൂപയുടെ പ്രശ്നമാണ് നിങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് കുടിശ്ശികയെന്ന് പറയുമ്പോൾ. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ 18 മാസത്തെ കുടിശ്ശികയും 92 മാസവും അങ്ങനെ 110 മാസത്തിൽ ഇതുവരെ 106 മാസത്തെ പെൻഷൻ അതാത് മാസം കൊടുത്തവരാണ് ഈ ഗവൺമെന്റ്. അതെന്താ നിങ്ങൾ പറയാത്തത്? ആ കണക്കൂടെ പറ. 92 മാസം സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ? സർക്കാരിന്റെ ഉത്തരവാദിത്തം നിറവേറ്റാത്ത ഘട്ടത്തിൽ ചോദ്യം ചോദിച്ചാൽ മതിയല്ലോ. ജനങ്ങളോട് ആ ഉത്തരവാദിത്തം ഉണ്ടായത് കൊണ്ടാണ്. സർക്കാരിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്ന ഒരു കാര്യം നമ്മൾ എപ്പോഴും നിങ്ങളോട് ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. എന്റെ മൗലികമായ ചോദ്യം ഇതാണ്. കേന്ദ്ര സർക്കാർ ഞെരുക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. കേന്ദ്ര സർക്കാർ ഞെരുക്കുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയമായി എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഒരു കാര്യം പറയുക. നിങ്ങൾ ഇങ്ങോട്ട് 270 കോടി രൂപയുടെ സെസ് പിരിച്ചത് നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ ഇപ്പൊ പറയുന്നു കേന്ദ്ര ഗവൺമെന്റ് ഞെരുക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ പറയുകയാണോ? അതിൽ യാഥാർത്ഥ്യമുണ്ടോ? അതും കൂടെ പറയണ്ടേ? കേന്ദ്ര സർക്കാർ നമ്മുടെ കടമരിപ്പ് പരിധി വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ ഗ്രാന്റ് കുറച്ചെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ കൂടുതൽ ആവശ്യപ്പെട്ട GST നഷ്ടപരിഹാര കാലാവധി നീട്ടിയിട്ടില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്റെ ചോദ്യം ഒരു ക്ഷാമകാലത്ത് പാലിക്കേണ്ട അച്ചടക്കം പാലിക്കുന്നുണ്ടോ എന്നതാണ്. മറ്റേത് ഞാൻ അപ്പുറത്ത് എന്തായാലും ചോദിക്കും. തീർച്ചയായും സാമ്പത്തികമായ അച്ചടക്കം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഇപ്പോ ഇത്രയും കഠിനമായി നമ്മളെ സാമ്പത്തികമായി ഞെരുക്കിയിട്ടും ഇപ്പോഴും ഈ തരത്തിലെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ശരി, ഞാനൊന്ന് പറയാം. CM നൗഷാദ് എന്നോടൊപ്പം ഒരു സംശയ കാര്യത്തിലില്ല. എന്നോടൊപ്പം കോൺഗ്രസിൽ നിന്ന് ശ്രീ സണ്ണി ജോസഫ് MLA ഉണ്ട്. ശ്രീ സണ്ണി ജോസഫ്, ഇവിടെ നോക്കൂ, നിങ്ങളുടെ പ്രശ്നം സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നില്ല എന്നത് മാത്രമാണോ? പ്രിഫറൻസ് ഇഷ്യൂ ആണോ നിങ്ങൾ ഉന്നയിക്കുന്നത്? അങ്ങനെ പ്രിഫറൻസിന്റെ കാര്യം എടുത്താലും നിങ്ങളിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ കേരളീയ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ പറയുന്ന നവകേരള സദസ്സ്, അതിനൊക്കെ അലോക്കേറ്റ് ചെയ്ത പൈസ എടുത്താലും കൊടുക്കാൻ കഴിയാത്ത വലിയ ബാധ്യതയാണ് ഈ പറയുന്ന ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന സംഗതി. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ 3.5 ലക്ഷത്തിന് കാലിത്തൊഴുത്ത് പണിതത് കൊണ്ടാണ് ഈ മറിയക്കുട്ടിമാർക്ക് പൈസ കൊടുക്കാൻ കഴിയാത്തത് എന്ന് നിങ്ങൾ പറയുന്നതിനകത്ത് വസ്തുതാപരമായും യുക്തിപരമായും പ്രശ്നങ്ങളുണ്ട്. ശ്രീ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? സാമ്പത്തിക ഞെരുക്കത്തിന്റെ കാലത്ത് സ്വീകരിക്കേണ്ട സാമ്പത്തിക അച്ചടക്കം ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. ദൂർത്തും ദുർച്ചലവുമുണ്ട്. ഹെലികോപ്റ്ററിന് എത്രയാ വാടക കൊടുക്കുന്നത്? കേരളീയത്തിന്റെ കണക്ക് നൗഷാദിന് അറിയില്ലെങ്കിൽ ഗവൺമെന്റ് പറയണ്ടേ? നവകേരള സദസ്സിന് സംഘാടകരുണ്ടായിരുന്നു. ആരെടുത്തെന്നാ കാശ് പിരിച്ചത്? നികുതി പിരിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരിറങ്ങിയ കാശ് പിരിച്ചത്. സർക്കാർ സംവിധാനത്തിലാണ് പണപ്പിരിവ് നടത്തിയത്. അതിന് കണക്കുണ്ടോ? ഇവിടെ വിഷയം എന്താണ്? ഒരു പാവപ്പെട്ട ഒരു അംഗവൈകല്യമുള്ള ഒരു വ്യക്തി ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ലെങ്കിൽ താൻ ജീവിതം ഒടുക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു, അദ്ദേഹത്തിന് തന്നെ സ്ട്രോക്ക് വന്ന് നടക്കാൻ പ്രയാസമുണ്ട്. മകള് അംഗവൈകല്യമുള്ള ആളാണ്. അവര് മറ്റുള്ളൊരു സങ്കേതത്തിലാണ്. അവർ നേരത്തെ തന്നെ ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു കത്ത് കൊടുത്തു കളക്ടർക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്കും പോലീസിലും. ഇതെന്താണ്? കോടതി തന്നെ പറഞ്ഞു ആ നോട്ടീസ് പെൻഷൻ മുടങ്ങി ആത്മഹത്യ ചെയ്യുമെന്ന് നോട്ടീസ് നൽകിയ വയോധികൻ. ഇത് വാർത്തയായി. നവംബറിൽ കൊടുത്തു എന്ന് നൗഷാദ് പറഞ്ഞു. നവംബറിൽ നോട്ടീസ് കൊടുത്തു. പോലീസ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ചു.
കളക്ടർക്ക് ഒരു നോട്ടീസ് കിട്ടിയാൽ കളക്ടർ അന്വേഷിച്ചോ? പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു നോട്ടീസ് കിട്ടിയാൽ പഞ്ചായത്ത് സെക്രട്ടറി അന്വേഷിച്ചോ? ഇദ്ദേഹത്തിന് നേരത്തെ ആത്മഹത്യാ പ്രവണതയുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ഇദ്ദേഹം ഒരു നോട്ടീസ് കൊടുത്തതിന്റെ പേരിൽ ഇത് അത്തരത്തിലുള്ള ആത്മഹത്യയാണോ എന്ന് നൌഷാദ് സംശയിക്കുകയാണ്. ഈ നോട്ടീസ് കൊടുക്കുക മാത്രമാണോ ചെയ്തത്? അവിടെ പോയി അന്വേഷിച്ചിട്ടില്ലേ? ഇദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ സമീപത്ത് നിന്ന് മരുന്ന് ചീട്ടിന്റെ പുറത്ത് ഈ ആത്മഹത്യാ കുറിപ്പുണ്ടായിരുന്നു. അതിന് മന്ത്രി ഇന്ന് മറുപടി പറഞ്ഞ എന്താ? അതിലെ കയ്യക്ഷരം പരിശോധിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇദ്ദേഹം ആത്മഹത്യ ചെയ്തല്ലെന്നൊരു കേസുണ്ടോ ഗവൺമെന്റിന്? ആത്മഹത്യ ചെയ്തല്ലാത്തൊരു കേസുണ്ടോ? ഇദ്ദേഹത്തെ ആരും കൊലപ്പെടുത്തിയതാണോ? ആ ആത്മഹത്യാ കുറിപ്പ് ഇദ്ദേഹം എഴുതിയതല്ലെന്നൊരു കേസുണ്ടോ? പെൻഷൻ മുടങ്ങുന്ന ആ ദുരവസ്ഥ ഇവിടെയുണ്ട്. മറിയക്കുട്ടി പെൻഷൻ മുടങ്ങിയ സാഹചര്യത്തിൽ ജീവിക്കാൻ പ്രയാസം എന്ന് പറഞ്ഞവരെ ഭിക്ഷാപാത്രം എടുത്തു. എന്താ മറിയക്കുട്ടിക്കെതിരെ പറഞ്ഞത്? മറിയക്കുട്ടിക്ക് 1.5 ഏക്കർ സ്ഥലമുണ്ട്, 2 വീടുണ്ട്, അതിലൊരു വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്, 5000 രൂപ മാസം വാടക കിട്ടും, മക്കള് വിദേശത്താണ്. ഇതൊക്കെ ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്തകളാണ്. മറിയക്കുട്ടി ദേശാഭിമാനിക്ക് നോട്ടീസ് അയച്ചു. എന്താ അവസാനം ദേശാഭിമാനി? സാധാരണഗതിയിൽ തിരുത്താത്ത ദേശാഭിമാനി മറിയക്കുട്ടി ചേട്ടത്തിയോട് ക്ഷമ ചോദിച്ചു. ഇന്ന് തന്നെ നിയമസഭയിൽ ഇത് അവതരിപ്പിച്ചുകൊണ്ട് PC വിഷ്ണുനാഥും അതുപോലെ പ്രതിപക്ഷ നേതാവും പറഞ്ഞു, ആന്തൂരെ സാജൻ എന്ന വ്യവസായി ആത്മഹത്യ ചെയ്തു. അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ലൈസൻസ് കിട്ടാനുള്ള തെറ്റായ തടസ്സവാദങ്ങൾ അതിൽ മനംനൊന്താണ് സാജൻ ആത്മഹത്യ ചെയ്തത്. എന്തായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെയും സർക്കാരിന്റെയും നഗരസഭയുടെയും വാദം? മറ്റ് കുടുംബ പ്രശ്നങ്ങളാണെന്നാണ് ആദ്യം പ്രചരിപ്പിച്ചത്. പിന്നീട് തിരുത്തി, അതിന് മാപ്പ് പറയേണ്ടി വന്നു. ഈ സമീപകാലത്ത് കഴിഞ്ഞ മാസം എന്റെ നിയോജക മണ്ഡലത്തിൽ 2 കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഒരു ആൽബർട്ട് എന്ന് പറയുന്ന ക്ഷീര കർഷകൻ ആത്മഹത്യ ചെയ്തു. അദ്ദേഹം ബാങ്കിൽ നിന്ന് വന്ന ജപ്തി നോട്ടീസിന്റെ പുറകിൽ കത്തെഴുതിയിട്ടാണ് ആത്മഹത്യ ചെയ്തത്. അദ്ദേഹം എഴുതിയ കത്തിലുമുണ്ട് 5 മാസത്തെ എന്റെ പെൻഷൻ കിട്ടിയിട്ടില്ല എന്ന്. മറ്റൊരു സുബ്രഹ്മണ്യൻ ആത്മഹത്യ ചെയ്തു. അദ്ദേഹം വന്യമൃഗശല്യത്തിന്റെ കെടുതി കൊണ്ട് 2 ഏക്കർ സ്ഥലത്ത് താമസിക്കാനോ കൃഷി ചെയ്യാനോ സാധിക്കാതെ നാട്ടുകാരെ ആശ്രയിച്ച് താമസം മാറ്റേണ്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടാത്തതിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി നവകേരള സദസ്സിന് വരുന്നതിന് മുന്നോടിയായി കത്തെഴുതി വച്ചിരുന്നു മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ വേണ്ടി. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. CPMന്റെ നേതാക്കന്മാരുടെയും ഗവൺമെന്റിന്റെയും വേർഷൻ എന്താണ്? ആലപ്പുഴയിലെ കൃഷിക്കാരൻ നെല്ലിന്റെ പണം കിട്ടാത്ത പ്രസാദ് ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ നോട്ട് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണം എന്തായിരുന്നു? ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു, ഞാൻ പരാജയപ്പെട്ട കൃഷിക്കാരനാണെന്നാണ് പറഞ്ഞത്. അവിടെയൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി ഇത് കർഷക ആത്മഹത്യയാണ്, ഇത് കടബാധ്യതയുടെ പേരിലുള്ള ആത്മഹത്യയാണ്, ഇത് സാമ്പത്തിക പ്രയാസത്തിന്റെ പേരിലുള്ള ആത്മഹത്യയാണ്, ഇത് പെൻഷൻ ആനുകൂല്യം കിട്ടാത്തതിന്റെ പേരിലുള്ള നൈരാശ്യത്തെ തുടർന്നുള്ള ആത്മഹത്യയാണ് എന്ന ഒരു സമീപനം. എന്നാൽ ഇത് തിരുത്താൻ ശ്രമിക്കും, കൊടുക്കാൻ ശ്രമിക്കും എന്ന സമീപനമല്ല. ഇവർക്ക് ആത്മഹത്യാ പ്രവണതയുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള തെറ്റായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറിയക്കുട്ടി ചേട്ടത്തിക്കെതിരെയും ഇപ്പൊ മരിച്ച ജോസഫ് എന്ന പാപ്പച്ചനെതിരെയും എല്ലാം നടത്തിയ ഈ തെറ്റായ പ്രചരണം തന്നെയാണ്. സാജന്റെ കുടുംബത്തിനെതിരെയൊക്കെ നടത്തിയ തെറ്റായ പ്രചരണമാണ്. പിന്നെ നൌഷാദ് പറഞ്ഞ ഒരു വലിയ കളവ്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2016 ഇവര് പറയുന്നു 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നു. ഈ വാദഗതിയെ എന്റെ ബഹുമാന്യ സുഹൃത്ത് PC വിഷ്ണുനാഥ് ഇതിനു മുൻപും സമർത്ഥമായിട്ട് ഖണ്ഡിച്ചതാണ്. ഇന്ന് നിയമസഭയിൽ എന്താണ്? മന്ത്രിയെ വെല്ലുവിളിച്ചു വിഷ്ണുനാഥ് 2-3 തവണ. അതുണ്ടെങ്കിൽ അതിന്റെ രേഖ, അതിനടച്ച പൈസ എത്രയെന്ന് രേഖ മേശപ്പുറത്ത് വെക്കണം എന്ന് പറഞ്ഞു. വെറുതെ പറയുകയല്ല, 2-3 രേഖകൾ PC വിഷ്ണുനാഥ് സഭയിൽ വായിച്ചുകൊണ്ടാണ്. എന്തായിരുന്നു? ഒന്നാമത്, മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്ക് നിയമസഭയിൽ തന്നെ M സ്വരാജിന് കൊടുത്ത മറുപടി, 26/4/2017 സ്വരാജിന് കൊടുത്ത മറുപടി, അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ കർഷക തൊഴിലാളി പെൻഷൻ 14 ഡിസംബർ മാസത്തെ തുക കുടിശ്ശികയായിട്ടുണ്ടായിരുന്നു. ഇത് നൌഷാദിന് മാത്രമല്ല, CPMന്റെ തന്നെ വേറൊരു MLA, കൊയിലാണ്ടി MLA കെ ദാസനും ഇതേ തോമസ് ഐസക്ക്, അത് 29/6/2016 ചോദ്യത്തിന്, ഈ ചോദ്യം ചോദിക്കുന്നത് എന്തിനാ? ഈ ചോദ്യം ചോദിക്കുന്നത് ഒരുപക്ഷെ ഈ MLAയുടെ ഒരു രാഷ്ട്രീയ ബുദ്ധിയിൽ ഈ ചോദ്യം വരാം. പക്ഷെ അതിനേക്കാൾ ഉപരി ചോദ്യങ്ങൾ രാഷ്ട്രീയ
ഉത്തരം ലഭിക്കേണ്ട ചോദ്യങ്ങൾ അവരവരുടെ പാർലമെന്ററി പാർട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ നേതൃത്വം കൂടി ആലോചിച്ചിട്ടാണ് ഈ ചോദ്യം പുട്ടപ്പ് ചെയ്യുന്നത്. ആ ചോദ്യം ദാസൻ ചോദിച്ച ചോദ്യത്തിന് തോമസ് ഐസക് കൊടുത്ത മറുപടി അത് അതേപടി നേരത്തെ കൊടുത്ത മറുപടിയുടെ 4 മാസം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന്. 1000 കോടി രൂപയാണ് കൊടുത്തത്. 1000 കോടി എന്താ, ഒരു മാസത്തിന് 250 കോടി രൂപ കൊടുക്കണം. 4 മാസത്തെ പൈസ കൊടുത്തപ്പോൾ 1000 കോടി രൂപ കൊടുത്തു. അപ്പൊ അത് കള്ളം തന്നെ പറയരുത്. 18 മാസം 30 മാസം എന്ന് കളവ് പറയരുത്. ഇത് റിക്കാർഡിക്കലായിട്ടാണ്. നിയമസഭാ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ കടലാസ് എത്ര മാസം ഉണ്ടായിരുന്നു പറയുന്നത് ഇപ്പൊ അത്ര മാത്രം അല്ല. എത്ര മാസം ഉണ്ടായിരുന്നു? ഇത് എത്ര മാസം ഉണ്ടായിരുന്നു? നൗഷാദെ, ധനകാര്യ മന്ത്രി പറഞ്ഞതാ ഞാൻ ജോസഫ്, ധനകാര്യ മന്ത്രി പറഞ്ഞതല്ലേ ഞാൻ വായിച്ചത്. എന്നിട്ട് കയറി നിങ്ങൾ 18 മാസം ഉണ്ടായിരുന്നു. ഞാൻ 18 വിട്ടു. 18 മാസം ഉണ്ടായിരുന്നു എന്റെ ചോദ്യം. നിങ്ങളിവിടെ കളവ് പറഞ്ഞില്ല. ഞാൻ കളവ് പറയില്ല കേട്ടോ. ഞാൻ ഈ ചാനൽ ചർച്ചയില് കളവ് പറയില്ല. പിന്നത്തെ ഒരു കാര്യം എന്താ, ഞാൻ നിങ്ങളുടെ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മന്ത്രി പറഞ്ഞ ഞാനാ സംസാരിക്കുന്നത് മന്ത്രി പറഞ്ഞ മറുപടിയാണ് ഞാൻ വായിച്ചത്. നാളെ അസംബ്ലി വരുമ്പോൾ സണ്ണി ജോസഫ് താങ്കൾ പറഞ്ഞത് പരമാവധി 4 മാസത്തെ കൃഷിയാണ് ഞങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നതാണ്. അതെ, ദാറ്റ് ഈസ് എവിഡൻസ്. അതിനെന്താ പിന്നെ തർക്കിക്കേണ്ട ആവശ്യം? നൗഷാദ് 250 കോടി 1000 കോടി 4 മാസം 18 മാസം എന്ന് പറയില്ലല്ലോ. അതെ, അത് തന്നെയാ പറഞ്ഞത്. വളരെ ലളിതമായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഞാനൊന്ന് BJP പ്രതിനിധിയിലേക്ക് പോകുന്നതിന് ഒറ്റ കാര്യം കൂടി സണ്ണി ജോസഫ്, ശരിയാണ്, കർഷക ആത്മഹത്യ ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ക്ഷേമ പെൻഷൻ കിട്ടാത്ത മനുഷ്യർക്ക് ഇത്തരം നിരാശാജനകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നു, അതിനെ സർക്കാർ അഡ്രസ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള വിമർശനം നിങ്ങൾക്കുണ്ട്. പക്ഷെ അവിടെ മൗലികമായ പ്രശ്നത്തെ നിങ്ങൾ കാണുന്നുണ്ടോ? അതായത് നമ്മൾക്ക് ഇത്രയും വലിയ ഞെരുക്കം ഉണ്ടാവാനുള്ള കാരണം, ഇപ്പം നോക്കൂ, LDF സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ അഭിമാനകരമായ പദ്ധതിയാണ് ഈ വെൽഫെയർ സ്കീമുകൾ, ഈ ക്ഷേമ പെൻഷൻ. അത് മുടങ്ങുക എന്ന് വെച്ചാൽ അത്രയും വലിയ ക്രൈസിസിനെ നമ്മൾ ഫിനാൻഷ്യലി നേരിടുന്നുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം. എന്താണ് നമ്മുടെ വിഹിതത്തിലുണ്ടായിട്ടുള്ള കുറവ് എന്താണ് നിങ്ങൾക്ക് അറിയാത്തതല്ല. പ്രത്യേകിച്ച് VD സതീശനെ പോലെ ഈ കാര്യങ്ങളിലൊക്കെ അവഗാഹമുള്ള ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. സത്യത്തിൽ നമ്മുടെ പ്രതിസന്ധിക്ക് കാരണം നമ്മുടെ ഫണ്ട് ഫ്ലോയിൽ വന്ന പ്രശ്നമാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അവിടെ പറഞ്ഞുതരാം. അതിന്റെ സാമ്പത്തിക നയം അല്ല, ഞാൻ പറഞ്ഞോട്ടെ, അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സാമ്പത്തിക നയം തെറ്റാണ്. ധനകാര്യ മാനേജ്മെന്റ്, അതാണ് പ്രതിപക്ഷം എപ്പോഴും പറയുന്നത്. ഇവിടെ എന്താണ്, പെട്രോൾ സെസ് ഏർപ്പെടുത്തിയിട്ടില്ലേ? കേന്ദ്രം പെട്രോൾ ഡീസൽ നികുതി കൂട്ടിയതിനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ആ കേന്ദ്രം കൂട്ടിയതിന്റെ ഷെയർ ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിടത്താണ് തോമസ് ഐസക്കും പിണറായി വിജയനും അത് ഞങ്ങൾക്ക് വേണം എന്ന് തീരുമാനിക്കുകയും അതുമാത്രം പോരാ, കൂട്ടിയത് ഉമ്മൻചാണ്ടി വേണ്ടാന്ന് വെച്ചിടത്താണ് ഇവിടെ കൂട്ടിയതിന്റെ പുറത്ത് ഒരു 2 രൂപ പെർ ലിറ്റർ പെട്രോളിനും ഡീസലിനും ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് അഡീഷണൽ സെസ് ഏർപ്പെടുത്തിയത്. എല്ലാം കൂട്ടിയില്ലേ? വൈദ്യുതി ചാർജ് കൂട്ടിയില്ലേ? വെള്ളക്കരം കൂട്ടിയില്ലേ? ഭൂനികുതി കൂട്ടിയില്ലേ? കെട്ടിട നികുതി കൂട്ടിയില്ലേ? വാഹന നികുതി കൂട്ടിയില്ലേ? ഇതെല്ലാം സർക്കാരിന്റെ ഒന്ന് ഞാൻ സംസാരിച്ചു തീർത്തോട്ടെ. നമ്മൾ തമ്മിലുള്ള ഈ കൂട്ടിയതെല്ലാം കൊണ്ട് നമുക്ക് ക്ഷേമ പെൻഷൻ മാത്രം കൊടുക്കാനല്ലോ സർക്കാർ റൺ ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ ഒരുപാട് ചെലവുകളില്ലേ? ക്ഷേമ പെൻഷന്റെ പേരിൽ നമ്മൾ പിരിച്ചെടുക്കുന്ന 4 മാസം 260 കോടി പറഞ്ഞെന്തായിരുന്നു അന്നേ. പക്ഷെ ഇപ്പോ ഓരോ ദിവസവും കേന്ദ്ര സർക്കാരിന്റെ സംബന്ധിച്ച് ഈ കൊടുത്തതിനെ സംബന്ധിച്ച് നൗഷാദ് ഒരു കാര്യം പറഞ്ഞു. ഈ കൊടുത്തത് എങ്ങനെയാ? കമ്പനി രൂപീകരിച്ചു. കമ്പനി എവിടെന്നാ പൈസ ഉണ്ടാക്കിയത്? സഹകരണ സംഘങ്ങളിൽ നിന്ന്, ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് കടമെടുത്തു. ആ കമ്പനി രൂപീകരിച്ച ഉത്തരവിൽ എന്താ പറയുന്നത്? ആ കമ്പനിയുടെ ചെയർമാൻ ആരാ? ധനകാര്യമന്ത്രി. ആ കമ്പനിയുടെ സെക്രട്ടറി ആരാ? ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി. ആ കമ്പനിയുടെ മറ്റൊരു അംഗമാരാ? തദ്ദേശ സ്വയംഭരണ മന്ത്രി. അതിലെ മറ്റൊരു അംഗമാരാ? തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സെക്രട്ടറി. അതിലെ വേറൊരു അംഗമാരാ? എക്സ്പെൻഡിച്ചർ സെക്രട്ടറി. എന്ന് പറഞ്ഞാൽ സർക്കാർ സംവിധാനം തന്നെയാണത്. അതിൽ നിന്നിപ്പം 2022 ഒരു പ്രത്യേക ഉത്തരവാണ്. എന്ത്? കടമെടുപ്പ്. ആ കടമെടുപ്പ് പരിധിക്കകത്ത് വരില്ല എന്ന് വാദിച്ചാൽ എവിടെയെങ്കിലും നിൽക്കുവോ? ന്യായം പറയണ്ടേ? സത്യം പറയണ്ടേ? അത് സമർത്ഥിക്കാൻ വേണ്ടി, തെറ്റായൊരു വാദം സമർത്ഥിക്കാൻ വേണ്ടി ഏറ്റവും അവസാനം 2022
അതിന്റെ പണം തിരിച്ചടയ്ക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ല എന്നൊരു ഓർഡർ എഴുതി വെച്ചാലാവോ? ആരടയ്ക്കും? ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന്, ബിവറേജസ് കോർപ്പറേഷനിൽ നിന്ന്, സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് പെൻഷൻ കൊടുക്കുന്നതിനായി സാമൂഹ്യ പെൻഷനായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഈ കമ്പനി വാങ്ങുന്ന കടത്തിന്, അതാണ് വി.ഡി. സതീശൻ കിഫ്ബിയുടെ കാര്യത്തിലും ഇത്തരം കമ്പനികളുടെ കാര്യത്തിലും പറഞ്ഞൊരു കാര്യം. എന്ന് വെച്ചാൽ സാമൂഹ്യ പെൻഷൻ കൊടുക്കാനുള്ള കമ്പനിയെയും കിഫ്ബിയെയും ഒക്കെ നമ്മുടെ പൊതുകടത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന കേന്ദ്ര തീരുമാനം ശരിയാണെന്നാണ് താങ്കൾ പറയുന്നത്? അതാണ് കേന്ദ്ര തീരുമാനം എന്നല്ല, അത് യുക്തി എത്രയാണ്? അത് പൊതുകടമല്ലാതെ പിന്നെ എന്ത് കടമാണ്? പേഴ്സണൽ കടമാണോ? അത് പൊതുകടമല്ലാതെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. അല്ല, അത് നേതാവിന്റെ അത്രയും സാമ്പത്തിക വൈദഗ്ധ്യം എല്ലാവർക്കും ഇല്ലെങ്കിലും ആർക്കും അതല്ല ആരുടെ നിലപാടെന്നുള്ളതല്ല വിഷയം. അത് എന്റെ ചോദ്യത്തിന് അത് പൊതുകടമല്ലെങ്കിൽ പിന്നെ ആരുടെ കടമാണ്? എന്റെ അടുത്ത് ആ ഓർഡർ ഉണ്ട്. ഞാനിപ്പോ സമയക്കുറവുകൊണ്ട് വായിക്കുന്നില്ല. ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് ധനകാര്യമന്ത്രി ചെയർമാൻ, തദ്ദേശ സ്വയംഭരണ മന്ത്രി കൺവീനർ, ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയും തദ്ദേശ സെക്രട്ടറിയും അംഗങ്ങളായിട്ടുള്ള, എക്സ്പെൻഡിച്ചർ സെക്രട്ടറിയും അംഗങ്ങളായിട്ടുള്ള ഒരു കമ്പനി കടം വാങ്ങുന്നു. സഹകരണ സംഘങ്ങളിൽ ഞാൻ ചോദിക്കുന്നത്, കേരളത്തെ പോലെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ്, വലിയ വിഭവ പരിമിതിയുള്ള ഒരു സ്റ്റേറ്റ്, നോക്കൂ, ധനകാര്യ കമ്മീഷൻ പുതിയ കാലത്ത് പുതിയ വെട്ടിക്കുറയ്ക്കൽ സമീപനത്തിന് ഇരയാക്കപ്പെടുന്ന ഒരു സ്റ്റേറ്റ് എങ്ങനെ അതിജീവിക്കുമെന്നാണ് നിങ്ങളുടെ നയം? എന്താണ് നിങ്ങളുടെ അക്കാര്യത്തിൽ സമീപന രേഖ? എന്താണ്? അതാണ് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് ഈ ചെലവുകൾ കുറയ്ക്കണം, ദുർച്ചെലവുകൾ കുറയ്ക്കണം. ഞാൻ പിന്നെയും ചോദിക്കുന്നത്, നിങ്ങളിങ്ങനെ കാടും പടപ്പും തല്ലല്ലേ ശ്രീ സണ്ണി ജോസഫ്? ഞാൻ ചോദിക്കുന്നത്, ഏത് ചെലവ് കുറച്ചാൽ നമുക്ക് ഈ വലിയ ബജറ്റ് മീറ്റ് ചെയ്യാൻ പറ്റും? എത്ര ശതകോടികൾ വേണം ഈ സംസ്ഥാനം നടത്തിക്കൊണ്ടു പോകാൻ? അതിന് നിങ്ങൾ ഈ പശുത്തൊഴുത്തിന്റെ കാര്യം പറയാണോ? ഒരുപാട് പശുത്തൊഴുത്തൊന്നും ഞാൻ പറയില്ല. അതൊക്കെ പശുത്തൊഴുത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം മാത്രമാണ്. അതിനേക്കാളും വലിയ ആർഭാടങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ ഹെലികോപ്റ്ററിന്റെ കാര്യം പറയും. കേരളത്തിൽ 4 വിമാനത്താവളങ്ങളുള്ള സ്ഥലത്ത്, 4 വിമാനത്താവളങ്ങൾ ഈ ചെറിയ സ്റ്റേറ്റിലുള്ള സ്ഥലത്ത് ഒരു കാര്യം, ഒരു ഒന്നാമത്തേത് കടപരിധി വെട്ടിക്കുറച്ചു എന്ന വാദത്തിനകത്ത് പ്രശ്നമുണ്ടെന്ന് താങ്കൾ പറയാണ്. രണ്ടാമത്തേത്, ഈ അച്ചടക്കം പാലിക്കാൻ എന്തുള്ള ബാധ്യത നിറവേറ്റുന്നില്ല എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. 2 പോയിന്റ് എടുത്തു. അതിന് ശ്രീ കൃഷ്ണദാസൻ, സോറി ഞാൻ കുറച്ച് ലേറ്റായി പോയി താങ്കളിലേക്ക് വരാൻ. നോക്കൂ, ഒരു സംസ്ഥാനം ഇങ്ങനെ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുകയാണ്. പൈസ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അവർ സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? ഞെരുങ്ങിക്കോട്ടെ, പഠിക്കട്ടെ പാഠം എന്നതാണോ? നിഷാദ്, അങ്ങനെ കേരളം അങ്ങനെ ഞെരുങ്ങുന്നുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ ഞെരുക്കുന്നുണ്ടോ? എന്താ കേരളം ഞെരുങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം? CAG 2022 നടത്തിയിട്ടുള്ള CAGയുടെ റിപ്പോർട്ട് പ്രകാരം 28,800 കോടി രൂപയാണ് വ്യത്യസ്ത മേഖലകളിൽ, അതായത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, KSEB അടക്കമുള്ള മേഖലകളിൽ നിന്ന് ടാക്സ് പിരിക്കാൻ പെൻഡിങ് കിടക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 28,000 കോടി രൂപയിൽ അടുത്താണ് ഈ കേരള ഗവൺമെന്റിന് പിരിച്ചു കിട്ടാനുള്ളത്. അല്ല, അത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പൊടുന്നനെ പൊട്ടിപ്പുറപ്പെട്ട ഒരു കുടിശ്ശികയല്ല. കേരളത്തിൽ എല്ലാ കാലത്തും ഇതുപോലെ കുടിശ്ശിക ഉണ്ടായിരുന്നു. പക്ഷേ ഇമാതിരി പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും പിരിച്ചെടുക്കാനുള്ള കുടിശ്ശിക എടുത്ത് നോക്കിയാൽ ഒരുപാട് പൈസ കിട്ടാനുണ്ട്. അല്ല, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ, എൻ്റെ ഭാഗം ഒന്ന് പൂർത്തിയാക്കട്ടെ. 2018-19 കാലഘട്ടത്തിൽ വളരെ വിശദമായി CAG ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന്റെ ഭാഗമായിട്ടുള്ള ലിമിറ്റഡ് കമ്പനി രൂപീകരിക്കുമ്പോൾ CAG അതിൻ്റെ റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ട് പറഞ്ഞത് 4,049 കോടി രൂപ 2019-2020 ആ കമ്പനി അനധികൃതമായി ഇടപാട് നടത്തി എന്നുള്ളതാണ്. 1000 കോടി രൂപ ബെഫ്കോയിൽ നിന്ന് കടമെടുത്തു. ആ കമ്പനി രൂപീകരിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ കടമെടുപ്പിന് വേണ്ടിയിട്ടാണ്. ലാഭത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് കടമെടുക്കുക, ആ തരത്തിൽ നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ കടമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള
ആ കമ്പനി പോലും കടമെടുപ്പിന്റെ മേഖലയായി മാറുന്ന ഇന്നല്ല, 2022-23 മുതലല്ല, 23-24 2018, 19, 20 കാലഘട്ടത്തിൽ ആ കമ്പനി എടുത്തിട്ടുള്ള കടത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ എടുത്തിട്ടുള്ള കടത്തെക്കുറിച്ച് C&G പറയുന്നത് ആ സമയത്ത് തന്നെ കേരളത്തിന് പിരിഞ്ഞു കിട്ടാനുള്ള തുക ഏതാണ്ട് 28,000-നടുത്തും കോടി രൂപ ടാക്സായി പിരിഞ്ഞു കിട്ടാനുണ്ട്. അപ്പോൾ ബെനിഫിഷ്യറി ഇനത്തിൽ കേരളത്തിന് കിട്ടാനുള്ള റവന്യൂ ടാക്സ് പിരിച്ചെടുക്കാൻ കഴിയാത്തൊരു സംസ്ഥാനം, അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നുള്ളതിന്റെ പേരിൽ മറ്റൊരു കമ്പനി രൂപീകരിച്ച് ആ കമ്പനിയിലേക്ക് കോടിക്കണക്കിന് രൂപ കടമെടുക്കുന്ന ഒരു സംസ്ഥാനം. അങ്ങനെ കടമെടുക്കുമ്പോൾ C&G മറ്റൊരു റിപ്പോർട്ട് കൂടി പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം 4,478 കോടി രൂപയാണ് അൺഅക്കൗണ്ടഡ് ആയി, അതാണ് C&G പറയുന്നത്, 2018-2021 അൺഅക്കൗണ്ടഡ് ആയി പെൻഷൻ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT അക്കൗണ്ട് വഴി നടത്തിയിട്ടുള്ള ഇടപാടുകളിൽ 4,478 കോടി രൂപ ആണ് അക്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായി കാണാനില്ല എന്ന് പറഞ്ഞത്. അതിനെക്കുറിച്ച് C&Gക്ക് കൊടുത്ത റിപ്പോർട്ട് എന്താണെന്നറിയോ? സംസ്ഥാന ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പനി, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് C&G റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ആ റിപ്പോർട്ടിനകത്ത് ഒന്നും രണ്ടുമല്ല കോടിക്കണക്കിന് രൂപയുടെ അഡ്ജസ്റ്റ്മെന്റ്സ് നടന്നതായി കണ്ടെത്തിയിരിക്കുന്നു. മറ്റൊന്ന്, ആ കമ്പനി എന്താ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കടമെടുക്കുന്നു, ആ കടം എവിടേക്ക് പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് C&Gയുടെ മുമ്പിൽ റിപ്പോർട്ടില്ല. ഇവിടെ ഇപ്പോൾ ഇന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളും അതുപോലെ തന്നെ നിയമസഭയ്ക്കകത്തുമെല്ലാം കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുക്കാത്തത് കൊണ്ടാണ് ഈ സംസ്ഥാനത്തിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ആരോപണമായി നിഷാദിനോട് ചോദിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമൻ ധനകാര്യ വകുപ്പ് മന്ത്രി 2023 നവംബർ മാസം 26 നടത്തിയിട്ടുള്ള അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രകാരം, അതായത് അവർ കേരളം അടക്കമുള്ള ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പ്രകാരം 602.14 കോടി രൂപ 2023-24 നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാമിന്റെ NSAP എന്ന് പറയുന്ന പ്രോജക്റ്റിന്റെ ഭാഗമായി കേരളത്തിന് കിട്ടേണ്ട പണം അഡ്വാൻസ് ആയി കൊടുത്തിട്ടുണ്ട്. പിന്നെ പണം എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് കിട്ടാൻ പെൻഡിംഗ് ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് അതും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അന്ന് സൂചിപ്പിച്ചു. എന്താ പ്രധാനപ്പെട്ട കാരണം? കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫൈനാൻഷ്യൽ സിസ്റ്റം കറക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പെൻഷൻ സ്കീമിനെ ഉൾപ്പെടുത്തേണ്ട സ്കീമിലേക്ക് ഉൾപ്പെടുത്തുകയോ ആ സ്കീമിൽ അപ്ഡേഷൻ നടത്താത്തതിൻ്റെ ഫലമായി കേരളത്തിന് പെൻഡിങ് ആ കാലഘട്ടത്തിലുണ്ടായി. പിന്നീട് ഇങ്ങോട്ടേക്ക് അങ്ങനെ പെൻഡിങ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, അതല്ലെങ്കിൽ പണം കിട്ടാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി അവർ സൂചിപ്പിച്ചത് കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന നോംസ് അനുസരിച്ചല്ല കേരളം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫൈനാൻഷ്യൽ ഇടപാടുകൾ നടത്തുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷന് കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടുമ്പോൾ പാലിക്കേണ്ട നോംസ് പാലിക്കപ്പെടുന്നില്ല. അങ്ങനെ നോംസ് പാലിക്കാതെ ഒരു സംസ്ഥാനത്തിനും, കേരളം എന്നല്ല ഒരു സംസ്ഥാനത്തിനും കൊടുക്കാൻ വേണ്ടി കഴിയില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം കൊടുക്കുന്നതിന്റെ പെൻഡിംഗ് ഉണ്ട് എന്ന് പറയുന്ന എമൗണ്ട് 5 മാസക്കാലത്തെയാണ്. ആ 5 മാസക്കാലത്തെ പെൻഷൻ കൊടുക്കാനുള്ള ആകെ വേണ്ടി വരുന്ന കേരളത്തിന്റെ കണക്കനുസരിച്ചുള്ള തുക എത്രയാണ്? ഏകദേശം 2,500 കോടി രൂപയോളം വരും. അതാണോ കേരളത്തിന്റെ പ്രതിസന്ധിക്ക് കാരണമായി പറയുന്നത്? അതല്ലല്ലോ. അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് പണം കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ കേന്ദ്രം കൊടുക്കാനുണ്ട് എന്ന് പറയുന്ന പണത്തിന്റെ ഹെഡ് ഏതാ? ഇവർ പറയുന്ന ഹെഡുകൾ 2010 കാലഘട്ടത്തിലെ ധനകാര്യ 1991 മുതൽ 95 വരെയുള്ള 10ാം ധനകാര്യ കമ്മീഷന്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണെന്നേ. ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. 10ാം ധനകാര്യ കമ്മീഷന്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പണം കിട്ടാനുണ്ട് എന്ന് പറയുന്നവരോട് നമുക്ക് നല്ല നമസ്കാരം പറയല്ലാതെ എന്താ ചെയ്യുക? കേരളത്തിന് 57,000 കോടി കിട്ടാനുണ്ട്, 59,000 കോടി കിട്ടാനുണ്ട് എന്നെല്ലാം കണക്ക് അവതരിപ്പിക്കാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. അതേ ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിൽ GST കുടിശ്ശിക കിട്ടാനുണ്ട് എന്ന് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയോട് പറഞ്ഞപ്പോൾ എന്തായിരുന്നു റിപ്പോർട്ട്? ശ്രീ പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ചോദ്യത്തിന് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്, അപ്പൊ കേരളത്തിന്റെ മന്ത്രിമാർ, കേരളത്തിന്റെ ഭരണത്തിലിരിക്കുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്കൊരു വലിയ തുക കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാനുണ്ട്, ആ വലിയ തുക കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്കെല്ലാം തരാം. എന്താ വലിയ തുക? കണക്ക് അഡ്ജസ്റ്റ്മെന്റിൽ തെറ്റായ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് കേരളത്തിന് പണം കിട്ടാനുണ്ട് എന്ന് ബോഗസായി കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടല്ലാതെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ ഇത്ര രൂപ ഞങ്ങൾക്ക് കിട്ടാനുണ്ട്, ഇപ്പം നമ്മുടെ നെൽകർഷകർക്ക് പണം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഒരു കണക്ക് അവതരിപ്പിച്ചല്ലോ. കഴിഞ്ഞ ഒരു 2 മാസം മുൻപ് കേരളത്തിൽ ഒരു ചർച്ച ഉണ്ടായപ്പോൾ കുട്ടനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നെൽകർഷകർക്ക് കൊടുക്കാനുള്ള കേന്ദ്രത്തിന്റെ വിഹിതം എന്തുകൊണ്ട് കിട്ടിയില്ല, എന്തെങ്കിലും പെൻഡിംഗ് ഉണ്ടോ എന്ന് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി കേരളത്തിൽ വന്ന്
പറഞ്ഞല്ലോ. എന്തെങ്കിലും പെൻഡിംഗ് ഉണ്ടോ? ഏതെങ്കിലും വകുപ്പിൽ പെൻഡിംഗ് ഉണ്ടോ? കേരളത്തിൽ ഉച്ചക്കഞ്ഞിക്ക് പണമില്ല എന്ന് പറഞ്ഞ അധ്യാപകർക്ക് പണം കൊടുക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്രം തരാത്തതാണ് കാരണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിപ്പോർട്ട് പറഞ്ഞു. എന്തായി സ്ഥിതി? അല്ല, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട സംഗതി കൂടി ഈ സമീപകാല ഡെവലപ്മെന്റ് സി കൃഷ്ണദാസ് താങ്കൾ ഓർക്കണം. അതായത് 2014 നികുതി വിഹിതം 42% ധനകാര്യ കമ്മീഷൻ നിർദ്ദേശത്തിനെതിരെ പ്രധാനമന്ത്രി സമ്മർദ്ദം ചെലുത്തിയെന്ന് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടുണ്ട്. താങ്കൾ ഓർക്കണം, കേന്ദ്ര സർക്കാർ പ്രത്യേക താല്പര്യത്തോടെ അതിനകത്ത് ഇടപെട്ടു സംസ്ഥാനങ്ങളുടെ വിഹിതം വെട്ടിക്കുറയ്ക്കാൻ എന്ന വസ്തുത കൂടി കണ്ടുവേണം പോകാൻ. നിഷാദെ ഞാനതൊന്ന് സൂചിപ്പിക്കാം. 13ാം ധനകാര്യ കമ്മീഷൻ നടക്കുന്ന കാലഘട്ടത്തിൽ 13ാം ധനകാര്യ കമ്മീഷന്റെ വിഹിതം 32% സംസ്ഥാനങ്ങൾക്ക്. 14ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ അത് 42% ഉയർത്താൻ തീരുമാനിച്ചു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ചർച്ച വന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ആ 10% ഹൈക്ക് ഒറ്റയടിക്ക് ഉണ്ടാകുമ്പോൾ അത് കേന്ദ്രത്തെ സംബന്ധിച്ചാണെങ്കിലും സംസ്ഥാനങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രം കൊടുക്കേണ്ട ബാധ്യതയായി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് അത്ര വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന് മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല, അങ്ങനെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ആ 10% ഹൈക്ക് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ച ഉണ്ടാകുമ്പോൾ അവസാന കേന്ദ്ര ഗവൺമെന്റ് അത് അംഗീകരിച്ചുകൊണ്ട് 42% കൊടുത്തില്ലേ? ആ 42% പിന്നീട് എപ്പോഴെങ്കിലും കുറച്ചോ? 15ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ സമീപന പ്രശ്നത്തിലുണ്ടെന്നാണ്. 42% കൊടുക്കേണ്ടി വന്നത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്ന് നീതി ആയോഗ് നിലപാട് സ്വീകരിച്ചു. നിവൃത്തി ഉണ്ടായില്ല. 48 മണിക്കൂർ കൊണ്ട് ബജറ്റ് പുനഃക്രമീകരിച്ചു. അങ്ങനെ വേണ്ടി വന്നു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായില്ല കൊടുക്കാൻ. സർക്കാരിന് സംസ്ഥാനങ്ങളുടെ വിഹിതം പിടിക്കാം എന്ന രാഷ്ട്രീയ ലൈനുള്ളവരാണ് നിങ്ങൾ. അല്ലല്ല നിഷാദ് കൂടി അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം 13ാം ധനകാര്യ കമ്മീഷന്റെ 32% എന്നുള്ളത് 14ാം ധനകാര്യ കമ്മീഷനിലേക്കായപ്പോൾ 42% കൊടുക്കണമെന്നുള്ള ധനകാര്യ കമ്മീഷന്റെ ശുപാർശ, അതിൽ 1% പോലും ഏതെങ്കിലും വ്യത്യാസം വരുത്താതെ 42% കൊടുക്കാൻ തീരുമാനിച്ച കേന്ദ്ര ഗവൺമെന്റ് ആണ് തീരുമാനിച്ചു. അതിന് നീതി ആയോഗ് വളരെ അഡ്മിൻ സ്റ്റാൻഡിനകത്ത് എടുത്തു. കാരണം അത് കൊടുക്കണം, അതിപ്പോ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് പ്രധാനമന്ത്രി ചോദിക്കുകയും അദ്ദേഹം സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്നതാണ് അതിലെ വാർത്ത. ഓക്കെ, താങ്കൾ പറഞ്ഞ പോയിന്റ് ഞാൻ എടുത്തു. ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന കടമെടുപ്പ് പരിധിയുടെ കാര്യം ശരിയാവണ്ണം വിശദീകരിക്കാൻ കഴിയാത്ത കാര്യം. ഞാൻ ഒരു ബ്രേക്ക് എടുത്തു വേഗം തിരിച്ചു വരാം. കൃഷ്ണദാസ്, സമയം കുറച്ച് കടന്നു പോയാണ്. വേഗം തിരിച്ചു ഒരു ബ്രേക്ക്. ഔഷാദ്, 57,000 കോടി രൂപ സർക്കാരിന് കിട്ടാനുള്ളത് കിട്ടിയാൽ തീരും എല്ലാ പ്രശ്നവും, അത് കേന്ദ്രം അങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നൊക്കെ വെറുതെ പറയാതെ ശരിയാവണ്ണമുള്ള മറുപടി നിർമ്മല സീതാരാമന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നാണ് BJP പാനലിസ്റ്റ് ചോദിക്കുന്ന കാര്യം. മറ്റൊന്ന്, കടം ഇങ്ങനെ എടുത്തു കൂട്ടാം, പല പല സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകൾ ഉണ്ടാക്കി അതുവഴിയെല്ലാം കടം മേടിച്ചാൽ അതിനെല്ലാം നിയമപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തിൻ്റെ എവിടെയെങ്കിലും അത് തട്ടും. അതാണിപ്പോൾ കാണുന്നതെന്നാണ് ശ്രീ സണ്ണി ജോസഫ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അപ്പം നിങ്ങൾക്ക് ഈ പുതിയ കാലത്ത് കേരളത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ ഒരു ആധുനികമായ വിഭാവന ഒന്നുമില്ല. എവിടെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ കടം വാങ്ങിച്ച് നടത്താം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. അത് നിരുത്തരവാദ സമീപനമാണെന്നാണ് കോൺഗ്രസിൻ്റെ വിമർശനം. പൈസയൊന്നും തരാനില്ല, ഉണ്ടെങ്കിൽ കണക്ക് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ദുർച്ചെലവ്, അതാണ് BJP ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. നിഷാദെ, ഒന്നേന്ന് തുടങ്ങാം. ഒന്ന്, കേരളത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ബഡ്ജറ്റ് വിഹിതം എത്ര ശതമാനമായിരുന്നു? അത് 3.8% നമുക്ക് ലഭിച്ചിരുന്ന ഷെയർ. ഇപ്പോൾ അത് എത്ര ശതമാനമാണ്? 1.9. നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്നത് എല്ലാം വർദ്ധിപ്പിച്ച് പോവുകയാണല്ലോ. ജീവിത ചെലവും വർദ്ധിക്കുന്നു, സ്വാഭാവികമായിട്ട് ഇപ്പോൾ ക്ഷേമ പെൻഷനുകളും വർദ്ധിക്കുന്നു, ശമ്പളം വർദ്ധിക്കുന്നു, അല്ലേ? ഇതെല്ലാം വർദ്ധിച്ചു പോവുകയല്ലേ? അപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന കേന്ദ്ര വിഹിതം 3.8 നിന്നും 1.9. അപ്പോൾ ഈ 1.9 എന്ന് പറയുമ്പോൾ നേരെ പകുതിയായി. ആ ഇനത്തിൽ നമുക്ക് ലഭിച്ചത് 21,000 കോടി. അപ്പം ലഭിക്കാനുണ്ടായിരുന്നത്, നഷ്ടപ്പെടുത്തിയത്, കട്ട് ചെയ്തത് 1.9 ചുരുക്കിയപ്പോൾ 21,000 കോടി രൂപ ആ ഇനത്തിൽ പോയി. ധനകാര്യ കമ്മീഷൻ പൊതു ക്രൈറ്റീരിയ ഉണ്ടാക്കി സംസ്ഥാനങ്ങളുടെ വിഹിതം തീരുമാനിക്കുക, അങ്ങനെ പോയതാണ് നമ്മുടെ. അതൊക്കെ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞു ഇടപെട്ടില്ലല്ലോ. പറയുന്നത് ശരിയാണോ അല്ലയോ നോക്കുക. 2, GST നഷ്ടപരിഹാരം നമുക്ക് 12,000 കോടി രൂപ കിട്ടിക്കൊണ്ടിരുന്നു. GST വഴിയുണ്ടായ കേന്ദ്രത്തിനുണ്ടായ ലാഭത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, സമയക്കുറവ് കാരണം. ഒരു കാര്യം മാത്രം,
GST നഷ്ടപരിഹാരം 5 വർഷത്തേക്ക് തരൂ എന്ന് പറഞ്ഞിരുന്നു, ശരിയാണ്. പക്ഷെ അങ്ങനെ 5 വർഷത്തേക്ക് നഷ്ടപരിഹാരം തരണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് തോന്നിയതും നടപ്പിലാക്കിയതും എന്തുകൊണ്ടാണ്? ആ സിസ്റ്റം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ 5 വർഷമെങ്കിലും വേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണല്ലോ നഷ്ടപരിഹാരം ഏർപ്പെടുത്തിയത്. 2017 GST നടപ്പിലാക്കി, പെട്ടെന്നാണല്ലോ നടപ്പിലാക്കിയത്. അപ്പോൾ 2018 കേരളത്തിൽ എന്ത് സംഭവിച്ചു? മഹാപ്രളയം, മറന്നു പോകരുത്. 2019 അടുത്ത പ്രളയം, 2020 കൊറോണ, 2021 കൊറോണ. GST സംവിധാനം ക്രമപ്പെടുത്താൻ വേണ്ടി പോകുമോ? ഈ പ്രളയത്തിൽ നിന്നും കൊറോണയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ ഏതിനാണ് സർക്കാരിൻ്റെ പ്രയോറിറ്റി? ഞങ്ങൾ കൊടുത്തത് ഈ കേരളത്തിലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രയോറിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ടത് നിരന്തരമായി തരണമെന്നല്ല. ഞങ്ങൾക്ക് ആ സിസ്റ്റം ഒന്ന് അപ്ഡേറ്റ് ചെയ്തെടുക്കാൻ അതിനുള്ളൊരു ടൈം കിട്ടിയില്ല. ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റിനും ആ ബുദ്ധിമുട്ടുണ്ടായില്ല, പ്രളയത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായില്ല. കോവിഡിനെ നേരിട്ടതിന് യുണൈറ്റഡ് നേഷൻസിൻ്റെ അംഗീകാരം ലഭിച്ച സ്റ്റേറ്റാണിത്. ആ തരത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി നമുക്കതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ സമയം വേണം. അതുകൊണ്ട് ഒരു 5 വർഷത്തേക്ക് കൂടി തരണമെന്നേ നമ്മൾ ആവശ്യപ്പെട്ടുള്ളൂ. 12,000 കോടി രൂപ തന്നില്ല. റവന്യൂ ഡെഫിഷ്യൻസി ഗ്രാന്റ്, റവന്യൂ കമ്മി നികത്താനായി 8,400 കോടി രൂപ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നു, കട്ട് ചെയ്തു. പിന്നെ കടമെടുപ്പ്, ഞാൻ ചോദിക്കുന്ന ശ്രീ സണ്ണി ജോസഫ് ഇവിടെ ഉണ്ട്. ശ്രീ സണ്ണി ജോസഫ്, ഒറ്റ കാര്യം, കിഫ്ബി നമ്മൾ കടമെടുത്തു. നിങ്ങളെ മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതി വന്നിട്ടില്ലേ? ഈ കേരളത്തിലെ എല്ലാ മേഖലയിലും കിഫ്ബി പദ്ധതി വഴി വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? എന്തിന്? നാഷണൽ ഹൈവേക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി 5,885 കോടി രൂപ കിഫ്ബി ഫണ്ടാണ് കൊടുത്തത്. അത് കൊടുത്തില്ലായിരുന്നു എങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ നാഷണൽ ഹൈവേയുടെ ഇപ്പോൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നാഷണൽ ഹൈവേയുടെ പണി നടത്താൻ തയ്യാറാകുമായിരുന്നോ? അവർ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞതല്ലേ. അപ്പൊ ഇതിനാണ് നമ്മൾ പൈസ കൊടുത്തത്. കിഫ്ബി വഴി കടമെടുത്തത് ഇതുപോലുള്ള നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞങ്ങൾ അത് ചെയ്തില്ലായിരുന്നു എങ്കിൽ കടമെടുക്കൽ പരിധിയിൽ ഇത് പെടില്ലായിരുന്നല്ലോ. പക്ഷെ ഞങ്ങൾ ചെയ്തെന്താ? കടമെടുത്തിട്ടാണെങ്കിലും നാട്ടിലെ ജനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി, നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. ആ നടപ്പിലാക്കിയതിന്റെ ശിക്ഷയാണോ ആ കടം, ഈ കടമെടുക്കൽ പരിധിയിൽപ്പെടുത്തിയത്? ധനകാര്യ കമ്മീഷന്റെ വിഹിതം കുറഞ്ഞു പോയതാണ് നിങ്ങൾ ആദ്യം ചൂണ്ടിക്കുന്ന കാര്യം. 3.9 നമുക്ക് 1.8 ആയിട്ട് കുറഞ്ഞു, അല്ല 1.9 ആയിട്ട് കുറഞ്ഞു എന്നുള്ളത്. അത് ധനകാര്യ കമ്മീഷൻ ഭരണഘടനാനുസൃതമായിട്ടുള്ള ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഓരോ സംസ്ഥാനങ്ങളുടെയും തീരുമാനിക്കുന്നത്. ദാരിദ്ര്യത്തിന്റെ അനുപാതം നോക്കിയാലും പോപ്പുലേഷൻ നോക്കിയാലും കേരളത്തിന് കിട്ടുന്നത് കുറയും, ഇനിയും കുറയും. 16ാം കമ്മീഷനിലും കുറയും. കാരണം അവരെടുത്ത് വെച്ചിട്ടുള്ള ക്രൈറ്റീരിയ അങ്ങനത്തേതാണ്. അതിലിപ്പോ മോദി എന്ത് ചെയ്യാനാണെന്നാണ് കൃഷ്ണദാസ് ചോദിക്കുക. അല്ല, ആ ക്രൈറ്റീരിയ കേരളത്തിന് ദോഷം ചെയ്യുന്നതാണ്. മറ്റുള്ള സ്റ്റേറ്റുകളുടെ ജീവിത നിലവാരമാണോ കേരളത്തിന്? കേരളത്തിന് UPയുടെ ജീവിത നിലവാരമാണോ? അപ്പൊ ആ ക്രൈറ്റീരിയയിൽ മാറ്റം വരുത്തണ്ടേ? ഈ ക്ഷേമ പെൻഷൻ നിങ്ങൾ പറയുന്നു, കൃഷ്ണദാസ് ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ വിഹിതം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാക്കിയതിന് അല്ല കൃഷ്ണദാസ്, നമ്മൾ മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാക്കിയതിന് ജനങ്ങളുടെ ദാരിദ്ര്യം കുറച്ചതിന് നമ്മളെ ശിക്ഷിക്കുകയാണോ കൃഷ്ണദാസ് വേണ്ടത്? ശിക്ഷയാണോ എന്ന് ഞാനും അത് തന്നെയാണ് ചോദിക്കുന്നത്. സർക്കാരിന്റെ ഇടപെടലിന്റെ കൂടി ഭാഗമായി ജീവിത നിലവാരം ഉയർന്നതിന് നമ്മൾ പിഴമൂളണോ ഇവിടെ? അതുപോലെ 2, കേരളത്തിൽ നിന്നും 1 രൂപ കേന്ദ്രത്തിന് വിഹിതമായി ലഭിക്കുമ്പോൾ തിരിച്ചു ലഭിക്കുന്നത് വെറും 25 പൈസ. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന പൈസയുടെ ന്യായമായി കിട്ടുന്നില്ല. ശരി നൗഷാദ്, കേരളം എന്തായാലും ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ കേരളത്തോട് കാണിക്കേണ്ട സമീപനത്തിന്റെ കാര്യത്തിൽ ഈ സാങ്കേതികത്വം പറഞ്ഞ് കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നു, വരിഞ്ഞു മുറുക്കുന്നുള്ളതാണ് നൗഷാദിന്റെ പോയിന്റ്. ഹെഡിൽ കിട്ടാനുണ്ടെന്ന് ഞാൻ പറഞ്ഞ UGC സ്കെയിൽ പ്രകാരം അധ്യാപകർക്ക് ശമ്പളം കൊടുത്ത ഇനത്തിൽ മാത്രം 750 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞത്, കേരളം കൊടുത്തു കഴിഞ്ഞത് കിട്ടാനുണ്ട്. അതുപോലെ ഹെഡുകൾ ഞാൻ പറഞ്ഞു തരാം. ഹെഡുകള് നഗരവികസന ഗ്രാന്റ് 546 കോടി രൂപ, ഗ്രാമവികസന ഗ്രാന്റ് 1008 കോടി രൂപ, നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ളതിന് 790 കോടി രൂപ. ഈ ഇനത്തിൽ 5,891 കോടി രൂപ കേരളം വിതരണം ചെയ്തത് തരാനുണ്ട്. ആ പൈസ കിട്ടിയാലും
ഈ പെൻഷന്റെ സുഖമായിട്ട് കൊടുത്തൂടെ? ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ശരി, ശരി, ജനപക്ഷത്ത് ശരി. നിന്നുകൊണ്ട് ജനക്ഷേമ അല്ല, പ്രവർത്തനങ്ങളുമായി ശ്രീ കൃഷ്ണദാസ്, ഞാൻ ഒന്ന് പറയാം. അതിന് ഈ മുമ്പ് ഗവൺമെന്റിനെ ശ്രീ സണ്ണി ജോസഫ് ഇത് കേൾക്കും. അതായത് സംസ്ഥാനം ശരി ശരി ശ്രീ സണ്ണി ജോസഫ് ഇത് കേൾക്കൂ. സംസ്ഥാനം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റുകൾ നിങ്ങൾ പറയുന്നതിനേക്കാളും വലിയ സാമ്പത്തികമായ കെടുതി അനുഭവിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇനി അടുത്ത കമ്മീഷൻ വരുമ്പോൾ പോലും നമ്മുടെ വിഹിതം കുറയാനുള്ള സാധ്യതയാണ്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ആഴത്തിലുള്ള ക്രൈസിസ് ഉണ്ട്. അത് പൊതുവെ സംസ്ഥാനങ്ങളോട് സ്വീകരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങളുടെ ഭാഗമാണ്. അതിൽ തന്നെ നരേന്ദ്രമോദി സംസ്ഥാനങ്ങളുടെ വിഹിതം വെട്ടിക്കുറയ്ക്കാൻ ഇടപെട്ടുവന്ന വാർത്തകളും വിവരങ്ങളും പുറത്തു വരുന്നു. അങ്ങനെ പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ഡയമെൻഷൻസ് അതിനകത്തുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു കേവലമായ നേട്ടത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടാണോ അതിനോടുള്ള ഒരു സമീപനം രൂപീകരിക്കേണ്ടത്? ശ്രീ സണ്ണി ജോസഫ്, ഒരിക്കലും ആ സമീപനമല്ല കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയ തലത്തിലും കേരളത്തിൽ UDF-നുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളോട് സാമ്പത്തിക കാര്യത്തിൽ സ്വീകരിക്കുന്ന അവഗണനയും പക്ഷപാതപരമായിട്ടുള്ള നിലപാടുകളും തുറന്ന് എതിർക്കുന്നവർ തന്നെയാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി വിളിച്ച മീറ്റിംഗിൽ കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായിട്ട് ഞെരുക്കുന്ന കാര്യത്തിലുള്ള പ്രതിഷേധം ഞങ്ങളും ആ കാര്യത്തിൽ യോജിക്കാൻ തന്നെ തീരുമാനിച്ചത്. സമരം തന്നെ ഇവരിപ്പോ ലഘൂകരിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. യോജിച്ച സമരം വേണോ എന്നുള്ളത് ആലോചിക്കേണ്ട വിഷയം തന്നെയാണ്. അത് ആലോചിച്ച് മറുപടി പറയാന്ന് പറയും. സമരത്തെ തന്നെ ലഘൂകരിക്കില്ലേ? തർക്കം വരുന്ന വിഷയം എന്താണ്? കിഫ്ബി ആണെങ്കിലും ഇപ്പോൾ പെൻഷൻ കമ്പനി മേടിക്കുന്ന കടബാധ്യതയാണെങ്കിലും അത് കേരളത്തിന്റെ സർക്കാരിന്റെ കടബാധ്യതയിൽ പെടില്ല എന്ന മുട്ടുശാന്തി ഉടന്ത ന്യായം അതുകൂടി അംഗീകരിച്ചു പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം അതിൽ ലോജിക്കില്ല, അതിൽ ന്യായമില്ല, അതിൽ സത്യമില്ല. അത് കിഫ്ബിയുടെ ആരംഭത്തിൽ തന്നെ അത് കേരളത്തിന്റെ കടബാധ്യതയാണ്. അത് ബഡ്ജറ്റിന്റെ പുറത്ത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ അത് വിജയിക്കില്ല. പെൻഷൻ കമ്പനിയുടെ കടബാധ്യത കേരളത്തിന്റെ കടബാധ്യതയാണ്. അങ്ങനെ സാമ്പത്തിക സത്യസന്ധത കേരളം പുലർത്തണം, നയത്തിലും പ്രചരണത്തിലും. വേറെ കടമെടുത്തിട്ട് ബെവറേജ് കോർപ്പറേഷന്റെയും അതുപോലെ തന്നെ സഹകരണ ബാങ്കിന്റെയും KSFEയുടെയും കടമെടുത്തിട്ട് അത് തിരിച്ചു കൊടുക്കണ്ടേ? അത് കേരളത്തിന്റെ കടമല്ലേ? അതാരുടെ കടമാണ്? അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾക്ക് കേരള സർക്കാരിന്റെ നയങ്ങളോട് വിയോജിപ്പുണ്ട്, ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. എന്നാൽ കേന്ദ്രം സംസ്ഥാനങ്ങളോട്, കേരളം ഉൾപ്പെടെ കർണാടകം ഉൾപ്പെടെ സംസ്ഥാനങ്ങളോട് സ്വീകരിക്കുന്ന സാമ്പത്തിക പക്ഷപാത നയത്തിൽ ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള വിയോജിപ്പ്, പ്രതിഷേധമുണ്ട്. ശരി ശരി. അല്ല ഇതിനകത്ത് ശ്രീ കൃഷ്ണദാസ് നോക്കൂ, കേരളം പോലെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് നമ്മൾ ആർജിച്ചിരിക്കുന്ന നമ്മുടെ സാമൂഹിക പുരോഗതി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, എല്ലാ ഇൻഡെക്സിലുമുള്ള നമ്മുടെ വളർച്ച, അതൊക്കെ ശരിയാണ്. അതിൻ്റെ പേരിൽ നികുതി വിഹിതത്തിൻ്റെ കാര്യത്തിലായാലും കൊള്ളാം, ധനകാര്യ കമ്മീഷന്റെ സമീപനത്തിലായാലും ഒക്കെ നമ്മൾ പിഴ അനുഭവിക്കുകയാണ് എന്ന പ്രശ്നം സത്യത്തിലില്ലേ? ശ്രീ നിഷാദ്, ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ എല്ലാ ചർച്ചകളിലും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ് ഈ വിഷയത്തിലും ഉന്നയിച്ചിട്ടുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട സംസ്ഥാനപ്പെട്ട കേരളത്തിന്റെ വിഹിതം കുറഞ്ഞു എന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുമ്പോൾ അത് കേരളത്തിലെ 17 സംസ്ഥാനങ്ങളിൽ ആ പ്രോസസ് നടന്നിട്ടുണ്ടെന്നേ. 15ാം ധനകാര്യ കമ്മീഷന്റെ നടപടിക്രമങ്ങൾ വന്ന സമയത്ത് 17 സംസ്ഥാനങ്ങൾക്ക് ആ തരത്തിൽ പെർസെന്റേജിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിൽ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളുണ്ട്, മറ്റൊരു സ്റ്റേറ്റിലും ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളുണ്ട്. 64 ലക്ഷം നമ്മുടെ വെൽഫെയർ സ്കീം ഒന്നും വേറെ എവിടെ ഇല്ല എന്ന് പറയാം അദ്ദേഹം. ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന് അങ്ങനെ കുറഞ്ഞു എന്ന് പറഞ്ഞതിനാണ് 53,000 കോടി രൂപ 5 വർഷക്കാലത്തേക്ക് ഗ്രാൻഡായി പല സംസ്ഥാനങ്ങൾക്കും കിട്ടിയത്. തന്നെ കേരളത്തിന് കിട്ടിയത് 18, 19, 19, 20, 20, 21, 22, 23 ആ കാലഘട്ടങ്ങളിൽ, കൊറോണയുടെയും പ്രളയത്തിന്റെയും കാലഘട്ടത്തിൽ കേരളത്തിന് കിട്ടിയ അത്രയും തുക മറ്റൊരു സംസ്ഥാനത്തിനും കിട്ടിയിട്ടില്ല. അത് എന്തിന്റെ ഭാഗമായിട്ടാണ്? 15ാം ധനകാര്യ കമ്മീഷന്റെ നടപടിയുടെ ഭാഗമായിട്ടാണ്. അത് 17 സംസ്ഥാനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഏറെയും കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ട്, പെർസെന്റേജ് പറഞ്ഞുകൊണ്ട്, കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അല്ല, കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഈ തരത്തിലുള്ള കണക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ
വിടാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അങ്ങനെ പോകുന്ന കാര്യമല്ലെന്നേ. ഇതിനൊക്കെ അക്കൗണ്ടിംഗ് സിസ്റ്റം ഉണ്ട്. പിന്നെ നേരത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞത് ഇത്ര രൂപ കിട്ടാനുണ്ട് ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ, ഇത്ര രൂപ കിട്ടാനുണ്ട് UGCയുടെ കാര്യത്തിൽ. എന്താ ആ പണം കിട്ടാത്തത്? അതെന്താ പറയാത്തത്? അതിന് മുൻപുള്ള വർഷങ്ങളിൽ കൊടുത്തിട്ടുള്ള കണക്ക് കൊടുക്കണം. നമ്മുടെ രാജ്യത്തിന്റെ നിലവിലെ സാമൂഹിക സ്ഥിതി അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന് പണം കൊടുക്കാൻ കൃത്യമായിട്ടുണ്ടായതുകൊണ്ടല്ലേ ഞാൻ കൃത്യമായ തുക കേന്ദ്ര ഗവൺമെന്റിൽ കണക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ കണക്ക് കൊടുത്തില്ല എന്ന് തന്നെയാണ്. അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് കണക്ക് കൊടുക്കാതെ ഇങ്ങനെ മസിൽ പിടിക്കേണ്ട കാര്യം എന്താണ്? സർക്കാരിന് കണക്ക് കൊടുക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമാണോ ശ്രീ കൃഷ്ണദാസ്? നേരത്തെ ഞാൻ അതുകൊണ്ടാണല്ലോ സൂചിപ്പിച്ചത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കമ്പനി രൂപീകരിച്ചു. ആ കമ്പനിക്ക് CAG കണ്ടെത്തിയിരിക്കുന്നത് 4000-ലധികം കോടി രൂപയുടെ കടമാണ്. സർക്കാർ ഇവിടെ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടെന്ന് പറയുമ്പോഴും സർക്കാരിന് നിയമപരമായി പൂർണ്ണമായ വഴികളിലൂടെയുള്ള സഞ്ചാരമല്ല അതിന്റെ പ്രശ്നമാണ് നമ്മൾ അനുഭവിക്കുന്നുള്ള വാദം ഉന്നയിക്കുകയാണ് BJP ആൻഡ് കോൺഗ്രസ് പാനലിസ്റ്റ്. അതേസമയം കേരളത്തോട് സ്വീകരിക്കേണ്ട ഒരു അനുഭാവ സമീപനം ഒരു ഘട്ടത്തിലും BJP സ്വീകരിക്കുന്നില്ല എന്നാണ്. എന്തായാലും കേരളം വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ സമയം അവസാനിച്ച നിലവിടുകയാണ്. താങ്ക് യു ശ്രീ കൃഷ്ണദാസ്, ഒപ്പം തന്നെ നൌഷാദ്, ശ്രീ സണ്ണി ജോസഫ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിനുള്ള വേള.